കലാകൗമുദി കലാകൗമുദി മാസികയുടെ 50-ാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ. 49 വർഷങ്ങൾക്ക് മുമ്പ് കലാകൗമുദി മാസിക തുടങ്ങിയ അവസരത്തിൽ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ തലയെടുപ്പോടുകൂടി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മാസികയായിട്ടാണ് കണ്ടിരുന്നത്. കലാകൗമുദി കൊണ്ടു നടക്കുകയും വായിക്കുകയും ചെയ്യുന്നത് തന്നെ ഒരു അന്തസ്സിൻ്റെ ഭാഗമായി തന്നെ കണ്ടിരുന്നു ഒന്ന് കലാകൗമുദിയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് അത് വളർന്ന് ഇപ്പോൾ 50-ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇന്നിപ്പോൾ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയും അതുപോലെ പുത്തൻ രീതികളൊക്കെ തന്നെ മാധ്യമരംഗത്ത് വരുന്ന അവസരത്തിൽ പഴയ കാലഘട്ടങ്ങളിൽ പേരെടുത്ത് നിൽക്കുന്ന പ്രസിദ്ധീകരണങ്ങൾക്ക് ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ആ ഇടിവ് നമുക്ക് നികത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വായനയ്ക്കൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നടത്തിയ ചില പഠനങ്ങളിൽ തെളിയിക്കുന്നത്. പലരും പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുമ്പോൾ വായനയ്ക്ക് ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ വായനയ്ക്ക് പകരം വയ്ക്കാൻ വായന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വായന ഒരിക്കലും ഇടിയുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ കലാകൗമുദി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം സംശയമില്ല. കലാകൗമുദിയുടെ 5 പതിറ്റാണ്ട് കാലം പിന്നിട്ട് കലാകൗമുദിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു.